പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ. ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണുവാൻ ഒരു നല്ല പകലൂടെ കർത്താവ് തന്നിരിക്കുക. സ്തോത്രം. എത്ര സന്തോഷമുള്ള ഒരു പകൽവേളയാണ് ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാനോ കിടന്നുറങ്ങി എൻ്റെ യഹോവ താങ്ങിയാൽ ഞാൻ ഉടനിരിക്കുന്ന സംഘൃതക്കാരോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര സന്തോഷമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പട്ടുപോകാമായിരുന്നു. ശത്രു നമ്മെ തകർത്ത് കളയാൻ പല പദ്ധതികൾ ഇട്ടതാണ്. പക്ഷെ ദൈവം തൻ്റെ മഹാകൃപയാൽ നമ്മയൊക്കെ സംരക്ഷിച്ച് ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് 33-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ഒരു മനുഷ്യന് സന്തോഷം വരാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ തേടിയാണ് ഇന്ന് മനുഷ്യന്റെ യാത്രകളൊക്കെ. പക്ഷെ ആ യാത്രകളൊക്കെ അല്പസമയം കഴിയുമ്പോൾ അതങ്ങ് വിഫലമായി തീരും. ആ ലഭിക്കുന്ന സന്തോഷം ശാശ്വതമല്ല. എന്നാൽ ദൈവവചനത്തിൽ ഇവിടെ പറഞ്ഞത് അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. അപ്പൊ സന്തോഷം വരേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയം നിറയുമ്പോൾ വാ സംസാരിക്കാൻ തുടങ്ങും. ഒരു ദൈവപൈതൽ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതി വരണം. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവപൈതലിന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ഉള്ളിൽ അത്രമാത്രം ദൈവകൃപയുടെ മഹത്വം അവൻ അനുഭവിക്കുന്ന ഒരു ദൈവപൈതലാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷം വരാനുള്ള കാരണം എന്താ? അവൻ ആശ്രയിച്ചത് ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിലാണ്. എല്ലാ നാമത്തിലും ശ്രേഷ്ഠമേറിയ നാമമാണ് യേശുവിന്റെ നാമം. സകല മുഴങ്കാലുകളുമായി യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങുകയാണ്. ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും വേർപാട് പ്രാപിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചത് ഓർത്ത് ഇന്ന് പകൽക്കാല ദൈവമക്കളെ ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിൽ നമ്മളൊന്ന് ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അധിക സന്തോഷം വരും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്. ഒരു വിശുദ്ധന്റെ സന്തോഷം, ഒരു ദൈവവൈതന്റെ സന്തോഷം ദൈവത്തിലുള്ള ആശ്രയത്തിലാണ് അത് നിൽക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്ക്, അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ സന്തോഷം വന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിന്റെ നാമത്തിലാണ്. എല്ലാ നാമത്തിനും ശ്രേഷ്ഠമേറിയ നാമം, എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം യേശുവിന്റെ നാമത്തിലാണ് നമുക്ക് നിത്യരക്ഷ ലഭിച്ചത്. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വേർപെട്ട് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ദൈവാലയത്തിലേക്ക് പോകുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ ദൈവാശ്രയം കൂടുതൽ ഉണ്ടാകട്ടെ. കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, സന്തോഷം വർദ്ധിക്കും. നമ്മുടെ രോഗത്തിന്റെ ശയ്യയിലും നമ്മൾ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുക, സന്തോഷം വർദ്ധിക്കും. നമ്മുടെ നഷ്ടങ്ങളുടെ സമയത്തും നാം ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വർദ്ധിക്കും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ എല്ലാ ആശ്രയവും ദൈവത്തിലാകട്ടെ.
ദൈവാലയത്തിലേക്ക് നമ്മൾ ആരാധനയ്ക്കായി കടന്നു പോകുന്ന ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ആലയത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ജഡത്തിൽ ആശ്രയിച്ചല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളുടെ ജഡത്തിനകത്ത്, ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലും വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഒരു സ്തുതിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് കൽപ്പിക്കുമ്പോൾ, ദൈവത്തിന് അർപ്പിക്കുമ്പോൾ, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകാം. ആരാധന ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, ഈ ചാനലിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങൾ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിൽ കൊടുക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയുക. നിങ്ങളുടെ വേദനകൾ ദൈവത്തോട് പറയുക. സ്വർഗം നിങ്ങൾക്ക് സന്തോഷം തരും. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഇന്ന് പകൽക്കാലം ആ സന്തോഷവും സമാധാനവും നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിനകത്തും, നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് നിറയപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ കഷ്ടതയ്ക്ക് ദൈവം നീക്കുപോക്ക് നൽകും. ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽ വേളയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങളുടെ സകല കഷ്ടതകളും മാറ്റും, എല്ലാ രോഗവും മാറ്റും. ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ വിശുദ്ധ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിന്റെ നാമത്തെ എത്ര കഷ്ടം വന്നാലും യോബ് പറഞ്ഞ പോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇന്നത്തെ പകൽ വേളയിൽ എത്ര പ്രലോഭനം വന്നാലും, ശത്രു നിന്നെ എത്രയധികമായി തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് വന്നാലും, യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ച എന്നെ ശത്രുവേ, പിശാചേ, നിനക്ക് എന്നെ ഒന്ന് തൊടുവാൻ ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഒരു നല്ല വിശുദ്ധ പകൽക്കാലം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ലൊരു ആരാധന നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തിരുവനന്തപുരത്തുള്ള IPC പ്രയർ ബാൻഡ് വർഷിപ്പ് സെന്ററിൽ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.